എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ DME അതായത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ SSC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂവിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അത് താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. ഈ ഒരു റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 9-ാം തീയതിക്കകം നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. SSC ഗേൾസ്, അതുപോലെ SSC ബോയ്സ്, അതുപോലെ ST ഗേൾസ്, ST ബോയ്സ്, നോൺ സയൻസ് എന്നിങ്ങനെ 5 കാറ്റഗറിയിലായിട്ടാണ് ഇപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റിജക്റ്റഡ് ലിസ്റ്റും ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ലിസ്റ്റുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓരോ ലിസ്റ്റും നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഇൻ്റർവ്യൂവിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം ഇതിൽ നിങ്ങൾ എപ്പോഴാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് പോവേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു PDF ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് 2024-25 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടും കൊടുത്തിട്ടുണ്ട്. അതായത് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായിട്ട് 2024-25 അധ്യയന വർഷം നടത്തുന്ന ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൽ അപേക്ഷകരുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിലും DMEയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജുകളിലും ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭിക്കുന്നതാണ്. പ്രസ്തുത ലിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ 2024 സെപ്റ്റംബർ 9-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ ഇമെയിൽ മുഖാന്തരം, അതായത് ഇമെയിൽ ID എന്ന് പറയുന്നത് academicdme@gmail.com എന്നുള്ളതാണ്, മുഖേന പരാതി ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ academicdme@gmail.com എന്നുള്ളതാണ് ആ ഒരു ഇമെയിൽ ID എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർക്കാർ നഴ്സിംഗ് കോളേജിലെ GNM SSC ST സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ചിട്ടുള്ള വിവരം ചുവടെ ചേർക്കുന്നുണ്ട്. അതായത് സർക്കാർ നഴ്സിംഗ് കോളേജിൽ, അതായത് തിരുവനന്തപുരം SC ഗേൾസിന് 24 സീറ്റ്, SSC ബോയ്സിന് 6 സീറ്റ്. അതുപോലെ തന്നെ കോട്ടയത്താണെങ്കിൽ ST ഗേൾസിന് 24 സീറ്റ്, ST ബോയ്സിന് 6 സീറ്റ്. കോഴിക്കോടാണെങ്കിൽ SSC ഗേൾസിന് 24 സീറ്റ്, അതുപോലെ SC ബോയ്സിന് 6 സീറ്റ്. ആകെ സീറ്റുകളുടെ എണ്ണം 90 സീറ്റ്. അപ്പോൾ പ്രവേശനത്തിന് അർഹരായവരുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2024 സെപ്റ്റംബർ 12-ന് DMEയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത കോഴ്സിലേക്കുള്ള ഇൻ്റർവ്യൂ താഴെ പറയുന്ന സമയത്ത് നടത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഓരോ സമയവും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് അതായത് സ്ഥലം എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം, മെഡിക്കൽ കോളേജ് PO, തിരുവനന്തപുരം 695-011 എന്നുള്ള ആ ഒരു വിലാസത്തിലുള്ള ആ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും, അതുപോലെ തന്നെ ഏത് ദിവസമാണ് നിങ്ങൾ പോവേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 19-ാം തീയതി, അതായത് ഈ ഒരു സെപ്റ്റംബർ 19-നാണ് ഇൻ്റർവ്യൂ ഉള്ളത്. അപ്പോൾ അന്നേ ദിവസം രാവിലെ 10:30 മുതൽ 11:30 വരെ റാങ്ക് ലിസ്റ്റിൽ, അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട, അതായത് സെപ്റ്റംബർ 12-ന് വരുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ പട്ടികവർഗ വിദ്യാർത്ഥികളും ഈ ഒരു SC ST ഗേൾസ്, അതുപോലെ ST ബോയ്സ് എന്നിവർ പങ്കെടുക്കണം. അതുപോലെ തന്നെ അന്നേ ദിവസം തന്നെ 11:30 മുതൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാങ്ക് 1 മുതൽ 60 വരെയുള്ള പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾ, അതായത് SC വിദ്യാർത്ഥികളായിരിക്കും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാങ്ക് 1 മുതൽ 20 വരെയുള്ള പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾ, അതായത് ആൺകുട്ടികളാണ്. ആദ്യ സമയം, അതായത് ഫസ്റ്റ് പങ്കെടുക്കുന്നത് ഈ ഒരു പെൺകുട്ടികളും പിന്നീട് ആൺകുട്ടികൾ എന്നുള്ളതാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇൻ്റർവ്യൂവിന് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും, അതുപോലെ SSLC, +2, അതുപോലെ തന്നെ തത്തുല്യം, കമ്മ്യൂണിറ്റി, TC, NOC. അപ്പോൾ വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിന് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളിലാണ്, അതിനാണ് അസൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ SSLC, +2 അല്ലെങ്കിൽ തത്തുല്യം, കമ്മ്യൂണിറ്റി, TC, അതുപോലെ NOC വേണ്ടവർ NOC, അതുപോലെ നേറ്റിവിറ്റി ബാധകമാണെങ്കിൽ അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഹാജരാക്കണം. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ പ്രസ്തുത ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന അനുമതി പത്രം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതായത് ഓതറൈസേഷൻ ലെറ്റർ വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ് പേജിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജിലേക്ക് പോകാവുന്നതാണ്. ആ ഒരു വെബ്സൈറ്റ് ലഭ്യമാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പൂരിപ്പിച്ച്
ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേന അന്നേ ദിവസം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിന്നീട് പരിഗണിക്കുന്നതല്ല. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ സീറ്റുകളിലേക്ക് SC അല്ല ST വിഭാഗം വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ SSC വിദ്യാർത്ഥികളെ ST വിഭാഗം വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ SSC വിഭാഗം വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതാണ്. +2 സയൻസ് യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ മാത്രമേ മറ്റ് വിഷയങ്ങളിൽ +2 യോഗ്യതയുള്ളവരെ പരിഗണിക്കുള്ളൂ. അതായത് +2 സയൻസ് പഠിച്ചവർ ഇല്ലെങ്കിൽ മാത്രമാണ് +2 മറ്റ് സബ്ജക്റ്റ് പഠിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പരിഗണിക്കുള്ളൂ. വിദ്യാർത്ഥികളോടൊപ്പം ഒരു രക്ഷകർത്താവ് മാത്രം ഇൻ്റർവ്യൂവിന് ഹാജരായാൽ മതിയാകും. മേൽപ്പറഞ്ഞ തീയതിയിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പിന്നീട് സ്പോട്ട് അഡ്മിഷൻ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ മാത്രമേ അവരെ പരിഗണിക്കുവാനായിട്ട് കഴിയുള്ളൂ. കാരണം അപ്പോഴേക്കും ആ ഒരു സീറ്റൊക്കെ ഫില്ലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു പേജിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓരോ റാങ്ക് ലിസ്റ്റ് കാണാൻ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിവിടെ റിജക്റ്റഡ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയി പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ റിജക്റ്റഡ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കാറ്റഗറി, അതായത് അൺറിസർവ്ഡ് നായർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുസ്ലിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ +2 മാർക്ക് കോപ്പി നോട്ട് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കാരണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചലാൻ ഓർ മാർക്ക് ലിസ്റ്റ് +2 ആൻഡ് 10th ആർ നോട്ട് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ മറ്റു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ അനക്സ്റ്റർ, അതായത് ഇവിടെ ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നേരിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പകരമായിട്ട് ആരെങ്കിലും അയക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അയക്കുന്ന സമയത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് നൽകേണ്ട ഒരു ഓതറൈസേഷൻ ലെറ്ററാണിത്. അപ്പോൾ ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൽ എന്തൊക്കെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും ആ ഒരു കോപ്പിയൊക്കെ ഇതിനോടൊപ്പം ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻ്റർവ്യൂയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻസിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കാരണം ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നില്ല. കാരണം ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ചിലപ്പോൾ വളരെയധികം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അതായത് ആദ്യത്തെ ആ ഒരു ലിസ്റ്റാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ അതായത് SC ഗേൾസിൻ്റെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഓരോ കോഴ്സിലും നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12-ാം തീയതിക്കകം നിങ്ങളുടെ പരാതികൾ 12-ാം തീയതിയല്ല, ഈ ഒരു സെപ്റ്റംബർ 9-ാം തീയതിക്കകം നിങ്ങളുടെ പരാതികൾ അറിയിക്കാം. അതിനുശേഷം 12-ാം തീയതിയോടെയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. അപ്പോൾ അതിനുശേഷം 19-ാം തീയതി ഇൻ്റർവ്യൂ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് അതായത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്രസ്സിലുള്ള ആ ഒരു മെഡിക്കൽ കാര്യാലയത്തിൽ പോവുക. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.